മനുഷ്യരിലെ ഭൂരിപക്ഷം ആളുകൾ ചിന്തിക്കാത്ത ആളുകളാണ്, പഠിക്കാത്ത ആളുകളാണ്, ഗവേഷണ തൽപരതയില്ലാത്തവരാണ്, വാഗ്വാദങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ്, ന്യായാന്യായങ്ങൾ ഉൾക്കൊള്ളാത്തവരാണ്. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായം 30-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഫാക്കിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നിന്റെ സൃഷ്ടാവ് നിന്നെ സൃഷ്ടിച്ച പ്രകൃതിയിൽ നീ നിന്റെ മുഖത്തെ അല്ലാഹുവിലേക്ക്, പ്രപഞ്ചനാഥനിലേക്ക് ചിരിക്കൂ. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അവന്റെ സൃഷ്ടിപ്പിൽ വ്യത്യാസമില്ല. ലാ തബ്ദീല ലിഖൽഖില്ലാഹ് എന്നിട്ട് പറയുന്നു, ആയത്ത് അവസാനിക്കുന്നത് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ഭൂരിപക്ഷം ആളുകളും കാര്യം മനസ്സിലാക്കുകയില്ല. ഭൂരിപക്ഷം മനുഷ്യർ, വലാകിന്ന അക്സറന്നാസി, അന്നാസാണ് 715 കോടി മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കാത്തവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു മുസ്ലിയാരാണ്, വെറും മുസ്ലിയാർ അല്ലേ ആണ്. ആ വെറും മുസ്ലിയാർ പറയുന്നത് എന്താണ്? ഈ അണ്ടഘടാകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്. അപ്പോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോനുണ്ട് അബ്ദുള്ള. ഈ ക്ലിപ്പ് കേട്ടപ്പോ അബ്ദുള്ള ചോദിച്ചു, അല്ല വാപ്പി, CM വലിയുള്ള ജനിക്കുന്നതിന് മുമ്പ് ഭൂമി ഉണ്ടായിരുന്നല്ലോ, അത് ആരെയും നിയന്ത്രിച്ചു. അപ്പൊ 2ാം ക്ലാസ്സിൽ എൻ്റെ അബ്ദുള്ളന്റെ ക്വാളിറ്റി ആർക്കില്ല? സംശുലമക്കില്ല. തലച്ചോറ് വർക്ക് ചെയ്തില്ല. എൻ്റെ അബ്ദുള്ളന്റെ തലച്ചോറ് ഫ്രഷാ, കാരണം എൻ്റെ ബാപ്പ ഞാനാ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? CM വലിയുള്ളയാണ് ആകാശഭൂമി നിയന്ത്രിക്കുന്നതെന്ന് AP സുന്നികള്. അപ്പൊ തലച്ചോറുള്ള കുട്ടികൾ ചോദിച്ച്, CM വലിയുള്ള ജനിക്കുന്നതിന് മുമ്പ് സൂര്യൻ കറങ്ങിയിരുന്നല്ലോ, ചന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ, രാവും പകലും ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതാരെയും നിയന്ത്രിച്ചത്? എത്ര ഇത് 8 കൊല്ലം ചടഞ്ഞിരുന്ന് കാരന്തൂർ മർക്കസ് പഠിച്ച് ചോറ് ആരാന്റെ ചോറും തിന്ന് വളർന്നിട്ടും തലച്ചോറ് വർക്ക് ചെയ്തില്ല. പൊന്നാര ചെങ്ങൈമാരെ, നിങ്ങൾക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാത്തൊരവസ്ഥ ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. സിമ്പിളായ ഒരു കാര്യമാണ്. ദശരഥ മഹാരാജാവിന്റെ പുത്രനായിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തി, യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി കൗസല്യയുടെ പുത്രനായിട്ടാണ് ശ്രീരാമൻ ജനിച്ചത്. പിന്നെ എങ്ങനെ ശ്രീരാമൻ ലോകത്തിന്റെ സൃഷ്ടാവാകുക? ശ്രീരാമൻ ജനിക്കുമ്പോ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്. ഒറ്റ ചോദ്യം, തലച്ചോറ് വർക്ക് ചെയ്തവൻ. ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയുണ്ടെങ്കിൽ ആ അച്ഛനെ അമ്മയെ ആരുണ്ടാക്കി? കന്യാമറിയം യേശുവിന്റെ മുമ്പുണ്ട്, കന്യാമറിയത്തിന്റെ മുമ്പ് ലോകമുണ്ട്. സിമ്പിളായ കാര്യം. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്നത് എന്താ? ഞാനിവിടെ ഏതെങ്കിലും ഒരു സമൂഹത്തോടല്ല പറയണം, മനുഷ്യകുലത്തോടാണ്. എല്ലാരും ചൂഷണം ചെയ്യപ്പെടുന്നു, എല്ലാരും. ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ, ഇപ്പൊ എന്റെ നാട്ടിൽ സായി ഭക്തനായ എൻ്റെ ഒരു സുഹൃത്ത് ബാബുവേട്ടൻ, അദ്ദേഹം സായി ഭക്തനാണ്. സായിബാബ മരിച്ച ദിവസം അദ്ദേഹം സായിബാബന്റെ ഫോട്ടോത്തിന് മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക. അത് ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്, കൈകൂപ്പി ഇങ്ങനെ നിൽക്കുക. അപ്പം മകൻ വന്നിട്ട് പറഞ്ഞ്, അച്ഛാ എനിക്ക് കൈകൂപ്പിയിട്ട് കാര്യമില്ല, ആള് മരിച്ചു. ബാബുവേട്ടൻ ആരാധിച്ച ദൈവം മരിച്ചു, എന്നിട്ട് ബാബുവേട്ടൻ ജീവിച്ചിരിക്കുക, ബാബുവേട്ടന്റെ ദൈവം മരിച്ചു പോവുക. പടച്ചോനെ, LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് തലച്ചോറ് വർക്ക് ചെയ്യുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും. പക്ഷെ ബാബുവേട്ടന് തലച്ചോറ് വർക്ക് ചെയ്തില്ല. ബാബുവേട്ടൻ എന്നും സായി ഭക്തനാ. അദ്ദേഹത്തിന്റെ ദൈവം മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന്. ചിന്തിക്ക, അള്ളാഹു മനുഷ്യന് നാക്കാലിക്ക് കൊടുക്കാത്ത ഒരു തലച്ചോറ് തന്നു എന്നല്ലേ അള്ളാഹ് പറയുന്നത്? പക്ഷെ അതുണ്ടായില്ല, വർക്ക് ചെയ്തില്ല. ഞാൻ വളരെ ദുഃഖിതനാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ സമൂഹം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? തിന്നുന്നു, കുടിക്കുന്നു, ഭോഗിക്കുന്നു, ഡ്രസ് ഇടുന്നു, തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഈശ്വര, ആലോചിച്ചു നോക്ക്. ദൈവത്തെ കുറിച്ചുള്ള പഠനത്തിൽ പോലും എത്ര ഒറ്റ കാര്യം ആലോചിക്കും. ആദമിന്റെ മക്കളാണ് ലോകത്തെ 715 കോടി മനുഷ്യരും. ആദാമില്ലാത്ത ഒരു കാലം, ഈ ഭൂമി മാത്രമായിട്ടുണ്ടായ ഒരു കാലം, സൂര്യനും ചന്ദ്രനും ഉണ്ടായ ഒരു കാലം. അന്ന് സൂര്യൻ ഉദിച്ചു. അന്ന് CM വലിയുള്ളല്ല. കാന്തപുരം പറയുന്ന സൂര്യനെ നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്. ഞാൻ വെറുതെ പറയല്ല, ഞങ്ങളെ കേൾപ്പിച്ചു തരും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന മൊയ്ലിയാരാണല്ലോ, വെറും ഒരു മൊയ്ലിയാർ. അതെ, ആ മൊയ്ലിയാർ പറയുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്. ഞാൻ ലളിതമായ ഒരു ചോദ്യം ചോദിച്ചു, CM വലിയുള്ള മരിച്ചിട്ടുണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? AP EK സുന്നികള്
CM വലിയുള്ള മരിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കണ്ടോ? എന്താ മരണം? എന്താ മരണം? ഒരാൾ മരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഓൻ ദുർബലനാണ്, ഓൻ ശക്തനല്ല. അതെങ്കിലും ചിന്തിക്കാനുള്ള ഒരു തലച്ചോറ് തൊപ്പിന്റെ ഉള്ളില്, തലപ്പാവിന്റെ ഉള്ളില് മൊയ്ലിയന്മാർക്ക് ഉണ്ടാവുമോ? ഓലെ പിൻപറ്റുന്ന ജനതക്ക് ഉണ്ടാവുമോ? നമ്മളിപ്പോ എന്റെ ബാപ്പ മരിച്ച് ആ ബാപ്പാക്ക് നമ്മൾ പൊറാട്ട ഇറച്ചും കൊടുക്കുവോ? ഒരു ഭ്രാന്തം പോലും കൊടുക്കുവോ? ബാപ്പ മരിച്ചാ ബാപ്പാനെ കബറിൽ കൊണ്ടാക്കും. ഹാർട്ട് മിടിക്കുന്ന ഒരു മനുഷ്യനെ, പാങ്ക്രിയാസ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ, പൾസ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനെ, കണ്ണ് തുറന്നു പിടിച്ച ഒരു മനുഷ്യനെ, കാതും കണ്ണും കേൾക്കുന്ന ഒരു മനുഷ്യനെ, ജീവനുള്ള ഒരു മനുഷ്യനെ, മരിക്കാത്തൊരു മനുഷ്യനെ കബറിൽ കൊണ്ടുപോയി വെക്കുവോ? എന്റെ നാട് ബാലുശ്ശേരിയിലാണ്. അതിന്റെ തൊട്ടടുത്താണ് മടവൂര് എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് CM വലിയുള്ളന്റെ കബർ. ആ കബറിൽ CM വലിയുള്ള ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എന്നെ പോലെ നിങ്ങളെ പോലെ മരിക്കും എന്നൊരു മനുഷ്യൻ. അല്ല പറയാ 56-ാം അധ്യായം 60-ാമത്തെ വചനം, നിങ്ങൾക്കിടയിൽ ഞാൻ മരണം വിധിച്ചു. അള്ളാഹ്ക്ക് മരണം ഉണ്ടോ? ആ ഒരിക്കലും മരിക്കാത്ത അള്ളാഹിനെ പോലെ ആ CM വലിയുള്ള എന്ന് പറഞ്ഞാൽ അതിനാണ് കുഞ്ഞുമോനെ ശിർക്ക് എന്ന് പറയാ. ആ ശിർക്ക് ചെയ്തവനാണ് മുശ്രിക്ക്. മുശ്രിക്കിന് പോകാനുള്ള സ്ഥലം സ്വർഗല്ല, നരക. കട്ടൻറിയായിട്ട് പറയുക, നേർക്ക് നേരെ വളച്ചുകെട്ടില്ലാതെ, ആരെയും സുഖിപ്പിക്കാതെ, ആരുടെയും ഭംഗി വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കാതെ. ആലോചിച്ച് നോക്ക്, നമ്മുടെ ഹൃദയം അത് നിൽക്കുക, പൾസ് നിൽക്കുക, എന്നിട്ട് നമ്മൾ മരിക്കുക. ഇനി ഞാൻ ചോദിക്കാണ്, CM വലിയുള്ള മരിച്ചപ്പോ അദ്ദേഹത്തെ കബറടക്കിയിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹത്തിന്റെ മയ്യത്ത് സ്കരിച്ചിട്ടുണ്ടോ? അല്ല മരിക്കുവോ? ഇല്ല. മുഹമ്മദ് നബി മരിക്കും എന്ന് പറഞ്ഞ ഓനെ ഞാൻ വിടൂലാറുണ്ട്, ഓനെ ഞാൻ ശരിയാക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ സിറ്റ് ഡൗൺ ഉമർ. അപ്പോഴദ്ദേഹം വൈലന്റായി. തൗറാത്തിന്റെ ഏട് വാങ്ങാൻ മൂസാ നബി പോയ പോലെ പോയതാ. അള്ളാന്റെ റസൂൽ ഇപ്പൊ വരും. കണ്ടോ, കുറഞ്ഞ നിമിഷമാണ് അന്ധവിശ്വാസം മനസ്സ് കൊണ്ടുവരുന്നത്. ആര്? ഉമർ ബിൻ ഖത്താബ്. പക്ഷെ സ്വർഗത്തിന്റെ 8 വാതിലൂടെ വിളിക്കപ്പെടുന്ന സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, സിറ്റ് ഡൗൺ ഉമർ, വിവരക്കേട് പറയല്ല. എന്നിട്ട് 2 ഖുർആന്റെ വചനം ഓതി കൊടുത്തു, റസൂലും മരിക്കുന്നു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, ആരെങ്കിലും റസൂലിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ കത് മാത്ത മരിച്ചു. എന്ത് കത് മാത്ത മരിച്ചു. അപ്പോ മരിച്ചോലെ കുറിച്ച് എന്തോ തെറ്റിദ്ധാരണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഉണ്ടായപ്പോ അത് തിരുത്താണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അല്ലേ? എല്ലാവർക്കും പ്രകടമാണത്. ഇനി ആലോചിക്കാൻ വേണ്ടി മാത്രം, ചിന്തിക്കുന്നവരോട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ആലോചിക്കാൻ രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? എന്നാൽ അള്ളാനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹ്ക്ക് മരണമല്ല. ഇനി നിങ്ങൾ പറയണം, കാന്തവർ AP അബൂബക്കർ മുസ്ലിയാർ പറയണം, നൗഷാദ് അഹ്സനി പറയണം, മുഹമ്മദ് അഹ്സനി പകരം പറയണം, അബ്ദുൽ സമദ് സഖാഫി പറയണം, CM വലിയുള്ള മരിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാമതായി ചോദ്യമുണ്ട്, മരിക്കാത്തവനെ കബറിൽ കുഴിച്ചിട്ട് നിങ്ങൾക്കെതിരെ ശിക്ഷ എടുക്കണ്ടേ? കേസെടുക്കണ്ടേ? ഇല്ലേ? എല്ലാരും ചിന്തിക്കുക, നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ ഒരു മരണം കഴിഞ്ഞാൽ പരലോകമുണ്ട്. അത് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അത് വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതം എങ്ങനെ ആയാൽ പോരാ. ഇനി നിങ്ങൾ ശരിക്കും ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, നല്ലവണ്ണം ആലോചിക്കാൻ വേണ്ടി പറയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾക്ക് 16-ാം അധ്യായം 20-21 വചനം എടുത്തു നോക്കിയാൽ, വല്ലദീന യദൂന മിൻ ദൂനില്ലാ ലാ യഖ്ലഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹിയാഇൻ വമാ യശൂറുന അയ്യാന യുബ്അസൂൻ. അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഔലിയാക്കൾ, അല്ല പറയാ അമ്പിയാക്കൾ, ഇങ്ങനെ അല്ല പറയാണ്, അവരാരാ? അവർ സൃഷ്ടികളാണ്. അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. മൊയ്തീൻ ഷെയ്ഖ് ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതല്ല. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 73-ാമത്തെ വചനം, ആകാശഭൂമികളുടെ തമ്പുരാനായ അള്ളാഹുവിൽ സമസ്തക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ വിശ്വാസം അല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കതില്ല. അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിത് പ്രസംഗിക്കൂല. ആ പ്രസംഗങ്ങൾ ഫുള്ളായിട്ട് കേട്ടു നോക്കണം. ഞാൻ പറയണം, സമസ്തക്കാർ പോലും ഇത് അംഗീകരിക്കൂല. ഞാൻ ഇപ്പൊ വിശ്വസിക്കുകയാണ്. ഞാനിവിടെ ഇട്ടിരുന്ന ക്ലിപ്പ് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അത്ഭുതപ്പെട്ടു. ഇങ്ങനൊക്കെ പറയോ ഉസ്താദുമാര്? ഇങ്ങനെ പറയും, ഇതിലപ്പുറവും പറയും, ഇതിലപ്പുറവും പറയും, നാളെ വേറെ ചിലതും പറയും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. അള്ളാഹ്ക്കൊരു വക്കാറത്ത് ഉണ്ടാവുമല്ലോ. റഹ്മാനായ റബ്ബിന്
അല്ലാഹു സുബ്ഹാനഹു വ തആല കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ ഇനി ഒരു കാര്യവും ചെയ്യൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊരു മുസ്ലിയാർ പ്രസംഗിച്ച നിങ്ങളൊക്കെ കേട്ടാണല്ലോ. എന്ത്? സർവശക്തനായ, അസീസായ, ജബ്ബാറായ, മുതകബ്ബിറായ അല്ലാഹു സുബ്ഹാനഹു വ തആല കേരളത്തിൽ ജനിച്ച ഒരു ലോക്കൽ മനുഷ്യനോട് അബൂബക്കറിനോട് ചോദിക്കൂലേ കാന്തപുരത്തിന്, അല്ല ഞാൻ ജിന്റെ മേലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന കാന്തപുരത്തിനോട് ചോദിക്കുന്നു. അത് പ്രസംഗിച്ച ആളാണ് ആര്? പകര അഹ്സനി. ഏത് അഹ്സനി? മുഹമ്മദ് അഹ്സനി എന്നാണ് അല്ലേ അയാളുടെ പ്രസംഗം. അയാളുടെ പ്രസംഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കും. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അല്ലാഹു തആല ഇവിടെ ഒന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യണം. നിങ്ങൾ ചിന്തിക്കണം. എന്ത്? കാന്തപുരത്തിനോട് റസൂലിനോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ജനങ്ങൾക്ക് ഒരു വക്കാർത്ത്, റസൂലല്ലേ. ഇതല്ല, കാന്തപുരത്തിനോട്. നിങ്ങൾ ആലോചിക്കും, വേറെ അള്ളാഹ്ക്ക് വേറൊരാളെയും കൂടി ആലോചിക്കാൻ കിട്ടിയില്ല. അപ്പൊ എന്ത് വിവരക്കേടിലാണ് നമ്മുടെ സമുദായം ഉള്ളത്. ഇതെന്തിനാ? കാന്തപുരത്തിനെ പടച്ചോനാക്കാൻ. കാന്തപുരത്തിനെ പടച്ചോനാക്കാൻ. നിങ്ങൾ നോക്കിക്കോ, കാന്തപുരത്തിന്റെ മരണം കഴിഞ്ഞാൽ കേരളം എന്തൊക്കെ കാണാൻ പോണു ഞാൻ പറഞ്ഞു വെക്കണില്ല. പക്ഷെ അതിനൊരു കടലാസിൽ എഴുതി തരാം എന്തായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോണത്, ഈ കൗമിൽ എന്താ ഉണ്ടാകാൻ പോണത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അള്ളാഹ്ക്ക് ഇത്രമേൽ ഭ്രഷ്ട് കൽപ്പിച്ച ഒരു ജനത, സമസ്തയിലെ പണ്ഡിതന്മാരെ പോലെ റഹ്മാനായ റബ്ബിന് ഇത്രയേറെ ഭ്രഷ്ട് കൽപ്പിച്ച, ഐത്തം കൽപ്പിച്ച ഒരു ജനത വേറുണ്ടോ? അത് നിങ്ങൾക്കും തോന്നും. നമുക്ക് ഓരോ ക്ലിപ്പൊന്ന് കേട്ടിട്ട് ആ കാര്യത്തിലേക്ക് വരാം. ആ ഫസ്റ്റ് ക്ലിപ്പ് ഒന്നിട്ട് കൊടുത്തു മോനെ. പെയ്യുന്ന മഴ പെയ്യുന്നതും മഴ ചോരുന്നതും വെയിലറയ്ക്കുന്നതും വെയിലറയ്ക്കാതിരിക്കുന്നതും എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാക്കി കൊണ്ടുവരാൻ അവിടത്തേക്ക് സാധിച്ചിരുന്നല്ലോ. മഴ പെയ്യണോ പെയ്യണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്? അതായത് CM വലിയുള്ളക്ക് മഴ വേണോ വേണ്ടേ, അതിന്റെ ഒക്കെ നിയന്ത്രണാധികാരം അള്ളാഹ് ആർക്ക് കൊടുത്ത്? CM വലിയുള്ളക്ക് കൊടുത്ത്. ചിന്തിക്കണം കേട്ടോ, നല്ലോണം ആലോചിക്കുക. ഞാൻ ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കും. നിങ്ങളെ മതം ഏതാ? മുസ്ലിയാക്കന്മാരുടെ മതം ഏതാ? 15 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു പുതിയ മതം ഉണ്ട് കാസർഗോഡ് വെച്ചിട്ട്. 15 കൊല്ലം മുമ്പ് നിങ്ങൾ കേട്ടോ. ഇനി മക്കയിൽ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ അംഗീകരിക്കണ്ടോ? അബൂജഹൽ പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അബൂജഹൽ നിങ്ങളെക്കാൾ ബെറ്ററായ അക്കീദ വെച്ച് പുലർത്തിയാളാ. പക്ഷെ ആ അക്കീദ പോലും ഇസ്ലാം അംഗീകരിച്ചില്ല. അബൂജഹലിന്റെ അക്കീദ പോലും സ്വീകരിച്ചില്ല. പിന്നല്ലേ അബൂബക്കറിന്റെ അക്കീദ സ്വീകരിക്കുക? കേരളത്തിലെ അബൂബക്കറിന്റെ അക്കീദ അള്ളാഹ് സ്വീകരിച്ച അള്ളാഹ് അനീതി ചെയ്തു, അബൂജഹലിനോട് അനീതി ചെയ്തു. എന്തുകൊണ്ട്? ഞാൻ നിങ്ങൾക്ക് ഖുർആൻ വചനത്തിലൂടെ, ഈ പ്രസംഗത്തിന് പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഖുർആൻ എടുത്ത് നോക്കി ബോധ്യപ്പെടാം, മനസ്സിലാക്കാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒരു ഖുർആനിക വചനം, എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഈ ഖുർആനിക വചനം ഖുർആനിലുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ എന്താണ് ആ പറയുന്നത്? നോക്കൂ നിങ്ങൾ. വലയിൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ. ആരാ ഈ നീ? അള്ളാഹുവിന്റെ റസൂൽ അവരോട് ചോദിച്ചാൽ എന്ത്? മൻ നസ്സല മിനസ് സമാഇ മാഅ, ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞു തരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ലാത്തയാണ് എന്നവര് പറയൂല, ഉസ്സയാണ് എന്നവര് പറയൂല, മനാത്തയാണ് എന്നവർ പറയില്ല, വദ്ദാണ്, സുവാ ആണ്, യഹൂസാണ്, യഹൂക്കാണ്, നെസ്റാണ് എന്ന് അവർ പറയില്ല. പിന്നെ അവരെന്ത് പറയും? എന്താ അവര് പറയാ? അതുപോലെ ഇതൊക്കെ ചെയ്യുന്നത് മുഹമ്മദേ അള്ളയാണ്. ലാത്തനെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ശരിയാ. മനാത്തനെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. പക്ഷെ ലാത്തയും മനാത്തെ ആകാശവും ഭൂമിയും നിയന്ത്രിക്കുന്ന ആ ആലം, മുദബ്ബിറുൽ ആലം, അത് ഇവരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല. നോക്കണം, ഈ അബൂജഹൽ മുശ്രിക്കായി മരിച്ചു ബദറിൽ അല്ലേ? പ്രവാചകന്റെ ബദർ യുദ്ധത്തിൽ മീകായിൽ അലൈഹിസ്സലാമിന്റെ വെട്ടേറ്റ് അദ്ദേഹം മരിച്ചു, ഒരു സഹാബിയുടെയും ചരിത്രത്തിലെ. എന്റെ ചോദ്യം, അബൂജഹലിനോട് മുഹമ്മദ് നബി ചോദിക്കുകയാണ്, മഴ ചൊരിഞ്ഞു തരുന്നതും മഴ നിയന്ത്രിക്കുന്നതും മഴ നൽകുന്നതും ആരാണ് എന്ന് ചോദിച്ചപ്പോ അബൂജഹൽ പറഞ്ഞത് ഇബ്രാഹിം നബിയാണെന്നല്ല, ഇസ്മായിൽ നബിയാണെന്നല്ല, ഈസാ നബിയാണെന്നല്ല, ലാത്തയും ഉസ്സയും മനാത്തയുമാണ് എന്നല്ല, അള്ളാഹു ആണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യന്മാരോട് ചോദിച്ചാൽ അവർ പറയുന്നു CM വലിയുള്ളയാണ്.
പറയൂ, ഈ അക്കീദയുടെ പേരെന്താണ്? ഈ മതത്തിന്റെ പേരെന്താണ്? അബൂജഹലിന് പോലും ഇല്ലാത്ത ഈ ദുഷിച്ച വിശ്വാസം നിങ്ങളിലേക്ക് എങ്ങനെ വന്നു? പോയിന്റ് നമ്പർ 1. അടുത്ത കേട്ടോ, ഖുർആന്റെ വചന, അഫറഅയ്തുമുൽ മാ അല്ലദി തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. 51-ാം അധ്യായം 66, 67, 68, 69, 70 വചനം. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അതിറക്കുന്നത്? ഏത്? മലക്കുകള്, ഇൻസുകള്, ജിന്നുകള്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അള്ള ചോദിക്കുകയാണ്. ഞാനല്ലാത്ത, അല്ലയല്ലാത്ത ആരെങ്കിലുമാണോ? ലൗ നശാഉ, എന്നിട്ട് അള്ള പറയുന്നതോ, അൻതും നിങ്ങളാണോ? അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മഴ പെയ്യിപ്പിക്കുന്നതും പെയ്യിപ്പിക്കാത്തതും നിങ്ങളാണോ അല്ല ഞാനാണോ എന്നുള്ള ചോദിക്കുക. അപ്പൊ സമസ്തക്കാര് പറയാണെന്ത്? ഇതൊന്ന് പോ അല്ല അവിടുന്ന്, ഞങ്ങളെ CM വലിയാണ്. ഇവരെ മതം ഏതാ? APEK സുന്നികളുടെ മതം ഏതാണ്? എന്റെ ചോദ്യം ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ മതം ഏതാ? തീർന്നില്ല. കുത്തുബിയത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, കണ്ടിട്ടുണ്ടാവും നിങ്ങള്. അതിന്റെ ഒരു വരി എന്താ അറിയോ? യാ കുത്തുബ അഖിരിസ്സമാഇ വല്ലർളി ഔസഹുമാ, ആകാശഭൂമികളുടെ കുത്തുബും മഴയും അരുവിയും ഒഴുക്കുന്ന മഹാനെ മൊയ്തീൻ ശൈഖേ. അപ്പൊ മഴ പെയ്യിപ്പിക്കുന്നതും അരുവി ഒഴുക്കുന്നതും ആരാ? മൊയ്തീൻ ശൈഖ്. ചോദിക്കുന്നു, നിങ്ങളുടെ മതം ഏതാണ്? ഇനി നൂഹ് നബി അള്ളാന്റെ ഒരു ദൂതനാ, സമ്മതിച്ചോ? അത് സമ്മതിച്ചോ? സമ്മതിച്ചു. ഖുർആനിലെ 71-ാം അധ്യായം എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ടെന്ന് സമ്മതിച്ചോ? അതിൽ 28 ആയത്തുണ്ടെന്ന് സമ്മതിച്ചോ? ആ അധ്യായത്തിലെ 10 മുതൽ 13 വരെയുള്ള വചനം APEK സുന്നിയുടെ ജീവിതത്തിൽ ഒരിക്കലും വായിച്ചിട്ടില്ലെങ്കിലും ഇന്ന് പോയിട്ടൊന്ന് വായിക്കാമോ? നിങ്ങൾ ആഖിറത്തിൽ രക്ഷോർത്തിട്ടാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. നരകത്ത് പോരുത്. അള്ളാഹു നമ്മളെ മുസ്ലിം സമൂഹത്തിലെ മെമ്പർമാരാക്കി, എന്നിട്ടും നരകത്ത് പോകുന്ന ഒരു ഗതികേട് നമുക്ക് ഉണ്ടാവരുത്. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? വ്യസനിക്കുന്നു എന്റെ ഹൃദയം, വേദനിക്കുന്നു സുഹൃത്തുക്കളെ. നിങ്ങൾക്കൊക്കെ വേദന ഉണ്ടാവും. ഈ ക്ലിപ്പ് പൂർത്തിയാവുമ്പോ നിങ്ങളൊക്കെ വേദനിക്കും, നിങ്ങളൊക്കെ കരഞ്ഞു പോവും. എത്ര മനുഷ്യർ ശിർക്ക് ചെയ്ത് മരിച്ച് നാളെ അള്ളാഹിന്റെ കോടതിയിൽ നരകാവകാശികളാവാൻ പോണു എന്ന വസ്തുത നിങ്ങൾക്കറിയോ? നൂഹ് നബീന്റെ കാലത്ത് 5 ഔലിയാക്കൾ ഉണ്ടായിരുന്നു. നൂഹ് നബീന്റെ ജനത കരിങ്കല്ലിനെ ആരാധിച്ചവരല്ല. അല്ല അല്ല ഇമാം ബുഖാരിയെ മുജാഹിദുകൾ അംഗീകരിക്കുന്നു, സമസ്തക്കാർ അംഗീകരിക്കുന്നു. വദ്ദൻ വലാ സുവാഅ എന്ന അദ്ദേഹത്തിന്റെ ചാപ്റ്റർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ്, വഹി അസ്മാഉർ റിജാലുൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളായ 5 ആളുകൾ. എന്ത്? കരിങ്കല്ലിനല്ല. വദ്, സുവാഹ്, യഗൂസ്, യഹൂക്ക്, നസ്ർ, ഇവർ 5 ഔലിയാക്കളാ. CM വലിയുള്ളതിനെ പറ്റി ഇവരിപ്പോ പറയുന്നതിനേക്കാൾ ഗംഭീരമായ ഔലിയാക്കൾ, ഒറിജിനൽ ഔലിയാക്കൾ. കാരണം എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 5 ഔലിയാക്കളെ ചീത്ത പറഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ 5 ഔലിയാക്കൾ മോശക്കാരായിരുന്നു എന്നല്ല പറഞ്ഞില്ല. കാരണം അവർ ഒറിജിനൽ ഔലിയാക്കളായിരുന്നു. ആ ഔലിയാക്കളുടെ ബിംബം ഉണ്ടാക്കി. ലോക ചരിത്രത്തിൽ ആദ്യം ഉണ്ടാക്കിയത് ഔലിയാക്കളുടെ, അമ്പിയാക്കളുടേത് പോലും അല്ല, ഔലിയാക്കളുടെ പ്രതിമയാണ്. അത് AP സുന്നികൾ മനസ്സിലാക്കി അങ്ങക്ക് നന്ന്. നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇന്ന് ലോകത്തെ ഏറ്റവും പിഴച്ചു പോയ ഒരു ജനപദത്തോടാണ് ഞാൻ ഈ പറയുന്നത്. നല്ലോണം ചിന്തിച്ചോളി, ആലോചിച്ചോളി. നിങ്ങൾ അവിടെ നൂഹ് നബി അവരോട് ചോദിച്ചെന്താ അറിയോ? നിങ്ങൾ ഈ 5 ഔലിയാക്കളെ പിന്നാലെ പോണ്. നൂഹ് നബി, അപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ നൂഹ് നബി സമസ്തയായിരുന്നോ? ഔലിയാക്കളെ ചീത്ത പറഞ്ഞ ആളായിരുന്നോ? അല്ല ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്യുന്നതിനെതിരായിരുന്നോ? നൂഹ് നബി വഹാബിയായിരുന്നോ? ഒരു കാര്യം ഞാൻ പറയാം, 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങൾ ലോകത്ത് വന്നു. ഒരൊറ്റ നബിയും സമസ്തയിൽ ഉണ്ടായിരുന്നില്ല. EKAP സുന്നി അന്നുണ്ട്. നൂഹ് നബിന്റെ കാലത്താണ് EKAP സുന്നി ഉണ്ടായത്. അന്ന് വഹാബി ഉണ്ട് ലോകത്ത്. നിങ്ങൾ പരിശോധിച്ചോ, 2 ആശയധാര. അതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നൂഹ് നബി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളെ കുത്തുബിയത്തിലേക്ക് ക്ഷണിക്കുക. ഈ ക്ലിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി കേൾക്കാം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, എന്തോ സംതിങ് റോങ് ഉസ്താദുമാർക്ക് പറ്റിയിട്ടുണ്ട്. സംഗതി ഞങ്ങൾക്ക് മുജാഹിദ് ബാലുശ്ശേരിയോട് വെറുപ്പൊക്കാണ്. 4 ആ ചങ്ങായി പറഞ്ഞത് സത്യമാണ്. അങ്ങനെങ്കിലും നിങ്ങൾ ഉറക്കത്തെങ്കിലും സമ്മതിച്ചാൽ മതി കേട്ടോ. ഏറ്റവും ചുരുങ്ങിയ ടോയ്ലറ്റ് കുത്തിരിക്കുമെങ്കിലും ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ട് സംഗതി എന്തെന്നായാലും ചങ്ങായി പറഞ്ഞതിൽ ചില കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മനസ്സിലായോ? ഇവിടെയാണ് നിങ്ങൾ നൂഹ് നബി അവരോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഈ 5 ഔലിയാക്കന്മാരെ പിന്നിൽ ഇങ്ങനെ പോയിട്ട് അവർക്ക് വക്കാറത്ത് കാണുക, അള്ളാഹ്ക്ക് പുല്ല് വില കൽപ്പിക്കുക. നൂഹ് നബി അന്ന് ചോദിച്ച ചോദ്യ ഇന്ന് മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇവിടെ നിന്ന് ചോദിക്കേണ്ടി വരുന്നത്, ഫൈസൽ മൗലവിക്ക് ചോദിക്കേണ്ടി വരുന്നത്, ഹുസൈൻ സൽഫിക്ക് ചോദിക്കേണ്ടി വരുന്നത്, മാലിക് സൽഫിക്ക് ചോദിക്കേണ്ടി വരുന്നത്, പണ്ട് മുജാഹിദ് പ്രസ്ഥാന നേതാക്കന്മാർ ചോദിച്ചത്, സയ്യിദ് മൗലവി ചോദിച്ചത്, ഉമർ മൗലവി ചോദിച്ചത്, നൂഹ് നബി അന്ന് ചോദിച്ച ചോദ്യ.
ഇനി നൂഹ് നബീന്റെ ആ ആശയം സ്വീകരിച്ചവരാണ് സമസ്തയെങ്കിൽ നിങ്ങൾ ഞങ്ങളോടല്ലേ ചോദിക്കേണ്ടത്? അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ലാത്തതുകൊണ്ടാ? നല്ലൊരു ചിന്തയാട്ടോ. മനസ്സിലായി പറഞ്ഞ എന്താണ് പറഞ്ഞേതരം? നൂഹ് നബിന്റെ ചോദ്യം എന്താ അറിയോ? മാലക്കുല്ലാ തർജൂന ലില്ലാഹി വക്കാറ. നിങ്ങൾ എന്താ ചെങ്ങൈമാരെ അള്ളാഹ്ക്ക് ഒരു വക്കാറത്ത് കാണാത്ത? ഈ ചോദ്യം നമുക്ക് ഇപ്പൊ ആരോടാ ചോദിക്കേണ്ടി വരുന്നത്? പറയൂ, ആരോടാ നൂഹ് നബി ചോദിച്ച ആ ചോദ്യം? നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് നമുക്ക് ഇന്നും ചോദിക്കേണ്ടി വരികയാണ്. അല്ല EKAP സുന്നികളെ, നിങ്ങൾ എന്താ അള്ളാഹ്ക്ക് വക്കാറത്ത് കാണാത്തത്? ഇത് നൂഹ് നബി ചോദിച്ചാന്ന്. എന്തൊക്കെയാ നൂഹ് നബി അവരോട് പറയണറിയോ? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറാ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അടുത്ത ചോദ്യം എന്നറിയോ? നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ, ഏത് നിങ്ങൾ അമ്പിയാക്കളോട് പൊറുക്കലിനെ തേടിയാൽ എന്നല്ല, അള്ളാഹിനോട് പൊറുക്കലിനെ തേടിയാൽ. വിഷയം കണ്ടോ? ഒരു പ്രവാചകന്റെ പ്രത്യേകത കണ്ടോ? അല്ലാ 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 അല്ലാ. നിങ്ങളോ CM വലിയുള്ള വേറെന്താ? അല്ലാ നിങ്ങൾ വിളിക്കണേ കേൾക്കാൻ കാത്തിക്കാൻ ഞങ്ങള്. നിങ്ങളൊന്ന് അല്ലാ എന്ന് വിളിച്ച് കാണാൻ, അള്ളാഹിനെ പറ്റി നിങ്ങൾ ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചത് കേൾക്കാൻ. എന്നിട്ട് നൂഹ് നബിന്റെ ചോദ്യം എന്താ അറിയോ? നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാല് യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അള്ളാഹ് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും, അരുവികൾ ഒഴുക്കി തരും, സന്താനം തരും. ഇവർ പറയുന്നത് എന്തറിയോ? അരുവി ഒഴുക്കുന്നതും മഴ പെയ്യിപ്പിക്കുന്നതും ആണും പെണ്ണും തീരുമാനിക്കുന്നതും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കുന്നതും CM വലിയുള്ളയാണ്. പറയൂ, നൂഹ് നബി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ സമസ്തയെ നൂഹ് നബി അംഗീകരിക്കുമായിരുന്നോ? എന്റെ ചോദ്യമാണ്. അല്ല പിന്നെ നിങ്ങൾ ഖുർആൻ എന്ത് വേണമെന്നറിയോ? നിങ്ങളുടെ മർക്കസ് സക്കാഫത്ത് സുന്നയുടെ മൈതാനത്ത് ഖുർആൻ കൂട്ടിയിട്ട് നിങ്ങൾ കത്തിച്ചു കളണം. എന്നിട്ട് കുതുബിയത്താണ് നിങ്ങളുടെ ഖുർആൻ നിങ്ങൾ പറയണം. ഞാനിത് വളരെ ഗൗരവമായി, നാളെ ഒരു ലോകമുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിൽ, മരണാനന്തര ജീവിതമുണ്ടെന്ന് ആ ഒരു 1/2 മൈക്രോ സെക്കൻഡ് എനിക്ക് സംശയമല്ല. ഇപ്പം മരിച്ചാൽ ഖബറിലെത്തുമെന്നും പിന്നെ അള്ളാഹിനെ കണ്ടുമുട്ടുമെന്നും ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഈ ഖുർആനിക വചനപ്രകാരം നിങ്ങളുടെ അഖീദ എന്താണ്? നിങ്ങളുടെ മതം എന്താണ്? ഒന്ന് മോനെ, അടുത്ത ക്ലിപ്പ് ഒന്ന് കളിപ്പിക്കും. ലോകത്ത് നിയമങ്ങൾ കൊണ്ടുവരുന്നതും നടപ്പിലാക്കുന്നതും ലോകത്തെ നിയന്ത്രിക്കുന്നതും അവരാണ്. മുദബ്ബിറുൽ ആലം എന്ന് മടവൂർ ശൈഖ് വെറുതെ പറഞ്ഞതല്ല. മുദബ്ബിറുൽ ആലമായി, ഖുതുബുൽ ആലമായി, ശൈഖുൽ മശായിഖായി, അതിലും വലിയ വലിയ ആളായി ഇവിടെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. ലോകത്തെ നിയന്ത്രിക്കുന്നത് അവരാണ്. ഇത് കേട്ടല്ലോ, പച്ച മലയാളത്തിലുള്ള ഒരു പ്രസംഗം കേട്ട്, തലപ്പാവുള്ള താടിയുള്ള ജുബട്ട ഒരു മൊയ്ലിയാര പ്രസംഗം ശരിക്കും കേട്ട്. എന്താ ഒന്നാ പറഞ്ഞത്? നിയമങ്ങൾ കൊണ്ടുവരുന്നത് ആരാണ്? CM വലിയുള്ള. എന്ത് ശാരി ആരാണ്? മതനിയമങ്ങൾ, ശരീഅത്ത് നിയമങ്ങൾ കൊണ്ടുവരുന്ന ആരാണ്? CM വലിയുള്ള. അപ്പൊ അള്ളാഹ്ക്ക് നിങ്ങൾ കൊടുത്ത സ്ഥാനം എന്താ? ചോദ്യം ഒന്ന്. ആ സംസാരത്തിലെ ഒന്നാമത്തെ കാര്യം, നിയമനിർണ്ണയങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ട്രാഫിക് നിയമ. നല്ലോണം ചിന്തിച്ചോളി പ്രിയപ്പെട്ടവരെ. ഷഹാദത്ത് കലിമ ചെല്ലാതെ സമസ്തക്കാർക്ക് ഇനി വിശ്വാസി എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കരുത്. ഷഹാദത്ത് കലിമ ചൊല്ലി യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാം ആകണതിന് മുമ്പ് നിങ്ങളൊന്ന് ഇസ്ലാം ആകണം. സമസ്തക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക, നാടൻ മനുഷ്യന്മാരല്ല, ഓർക്ക് അറിഞ്ഞൂടാ. ഈ പുരോഹിതന്മാരെ പറ്റിച്ചാ പറയുന്നത്. ഒരു ഷഹാദത്ത് കലിമ മൈക്കിലൂടെ ഉറക്ക ചെല്ലിയാലല്ലാതെ ഓലെ മുസ്ലിമെ അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞ എന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഹറാമ്, ഏത് ഹലാല്, ഏത് ശിർക്ക്, ഏത് സുന്നത്ത്, ഏത് ബിദ്അത്ത്, നിസ്കാരത്തിന്റെ നിയമം എന്താ, നോമ്പിന്റെ നിയമം എന്താ, ഇടപാടുകളുടെ നിയമം, ഈ നിയമമൊക്കെ കൊണ്ടുവരുന്നത് ആരാണ്? CM വലിയുള്ളയാണ്. അപ്പൊ ഇസ്ലാമിക ശരീഅത്തിന്റെ ശാരി അത് അള്ളാഹ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കഥ. നിങ്ങളാ ചിന്തിക്ക്. രണ്ടാമത്തെ പറയുന്നത് എന്താ? മുദബ്ബിറുൽ ആലം, ലോകത്തിനെ നിയന്ത്രിക്കുന്നത് അവരാണ്. എനിക്ക് ഒറ്റ ചോദ്യങ്ങൾ, ഏത് ഖുർആന്റെ വചനപ്രകാരമാണത്? തെളിവാണ്. കുൽ ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. മൊയ്ലിയാരെ, നിങ്ങൾ വ്യാജനല്ലെങ്കിൽ, പെരും കള്ളനല്ലെങ്കിൽ കുൽ ഹാതു ബുർഹാനക്കും, തെളിവ് കൊണ്ടുവാ. ഈ പറഞ്ഞ സംസാരത്തിന് തെളിവ് കൊണ്ടുവാ. 2-ാം അധ്യായം സൂറത്ത് ബഖറ 111. നാളെ ഇവിടെ നിങ്ങൾ ഒരു മറുപടി വെക്കുകയാണ്. നിങ്ങൾ വെക്കണം. മറുപടിയും വാദപ്രതിവാദവും ഏറ്റവും കൂടുതൽ നടക്കേണ്ട ഒരു നൂറ്റാണ്ടാണിത്, കഴിഞ്ഞ നൂറ്റാണ്ടിനേക്കാൾ. കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ വാദമൊന്നുമില്ല. ഞങ്ങൾ തവസ്സുലല്ലേ, സിയാസല്ലേ, അതല്ല. ഞങ്ങളെ പടച്ചോ തന്നെ CM വലിയുള്ള. ഞങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് കേൾക്കണോ? അള്ളയാണോ നമുക്ക് നിയമത്ത് തരുന്നത്? CM വലിയുള്ളയാണോ?
ഇവർ പറയുന്ന ഒരൊറ്റ നിയമത്തും അള്ള തരൂല, നിയമത്ത് മുഴുവൻ CM വലിയുള്ളയാണ്. നിങ്ങൾക്ക് എന്ത് കേൾക്കണം? ഇങ്ങനൊക്കെ പറയോ ബാലുശ്ശേരി? ബാലുശ്ശേരി അത് നിങ്ങളെ കേൾപ്പിച്ചിട്ടേ പെടുന്നു പോകും ഇൻഷാ അല്ലാ. അല്ലേ? നിങ്ങൾ ആലോചിച്ചു. ഇനി നമുക്ക് ഖുർആനിലെ നമുക്കൊരു ക്ലിപ്പുടി, കാന്തപുരത്തിന്റെ ഒരു ക്ലിപ്പുടി കേട്ടിട്ട് ഇതൊന്ന് ഏഡ് ചെയ്യാം. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. കേട്ടല്ലോ? ലോക്കലല്ല, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി. എങ്ങനെ ഇന്ത്യന്റെ ഗ്രാൻഡ് മുഫ്തി ഖമറുൽ ഉലമ അല്ലേ? അതിന്റെയും മേലെ വേറെന്താണ്ട്? അതൊക്കെ നിങ്ങളുടെ അടുത്ത് മാത്രം. അള്ളാന്റെ അടുത്ത് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഉണ്ടാവില്ല. മനസ്സിലായിക്കോളി, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പരമകാരുണ്യ റബ്ബിന്റെ മുമ്പിൽ ഇപ്പറഞ്ഞ ശബ്ദത്തിന്റെ ഉടമക്ക് ഉണ്ടാവും. നിങ്ങൾ കരുതണ്ട. അല്ല പിന്നെ അള്ളാന്റെ ഖുർആൻ തെറ്റാ നിങ്ങൾ പറഞ്ഞേക്കണം. എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഞാൻ നിങ്ങളൊരു ഖുർആനിക വചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഇപ്പോ ഇവിടെ ഏതെങ്കിലും ഉസ്താദ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഓതുന്ന ഖുർആൻ വചനം ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം. ഖുർആനിലെ 10-ാം അധ്യായം 31-ാമത്തെ വചനം. ഈ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പറയാണ്. അബൂജഹലിനോട്, അബൂലഹബിനോട്, വലീദ് ഇബ്നു മുഗീറയോട്, അന്ന് ജീവിച്ച മക്ക മുശ്രിക്കുകളോട്, ലാത്ത, ഉസ്സ, മനാത്ത, വദ്, സുവാഗ്, യഹൂസ്, യഹൂക്ക്, നസ്ർ, ഖുബില് ഇവരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകളോട്, ആ ആളുകളോട് ചോദിക്കാൻ പറയാണെന്ത്? ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാ? അപ്പൊ അബൂജഹലിനോട് നബി ചോദിക്കാൻ, അല്ല അബൂജഹലേ, ലാത്തനെ വിളിക്കുന്നുണ്ട്, ഉസ്സനെ വിളിക്കുന്നുണ്ട്, ഒക്കെ ശരി, ഈ ലാത്തയും ഉസ്സയാണോ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് അബൂജഹലിനോട് ചോദിക്കുകയാണ്. 1400 വർഷം മുമ്പ് മുത്തുനബി. അപ്പൊ അബൂജഹൽ പറയുന്നത് അറിയോ? നമുക്ക് ആ ഉത്തരം ഒന്ന് കേൾക്കാം. കാരണം എന്താ അറിയോ? മക്കാ മുശ്രിക്കിന്റെ വിശ്വാസം എന്തായിരുന്നു എന്ന് അറിഞ്ഞാലേ മുക്കത്തെ മുസ്ലിമിന്റെ വിശ്വാസം എന്താന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മക്കയിലെ അബൂബക്കറിന്റെ വിശ്വാസം എന്താണെന്ന് അറിഞ്ഞാലേ കാന്തപുരത്തെ അബൂബക്കറിന്റെ വിശ്വാസത്തിന്റെ പോരായ്മ എന്താണെന്ന് മനസ്സിലാവും. കേട്ടോളി, ഖുർആൻ ഒരു വചനാട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ. കുൽ, പറയുക നബിയെ, ചോദിക്കുക നബിയെ, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, കേൾവിയും കാഴ്ചയും നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നവൻ ആരാ? ഉപജീവനം നൽകിയവൻ ആരാ? അടുത്ത വാചകം തരോ, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യത മിനൽ ഹയ്യ്, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ആരാണ്? അതും CM വലിയുള്ള എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ക്ലിപ്പില് മോനെ അതുകൂടെ വന്നിട്ട് അന്ന് പൂർത്തിയാക്കാം, ആയത്തിൽ പൂർത്തിയാക്കാം. മരണപ്പെട്ടുപോയ പലരെയും ഷെയ്ഖുന എഴുന്നേൽക്കാൻ പറഞ്ഞു. മരിച്ചു കിടക്കുന്ന ആളുകൾ എഴുന്നേറ്റ് നിന്നത് എല്ലാരും കേട്ടല്ലോ. അതായത് CM വലിയുള്ള മരിച്ച്, മൂപ്പരെ എഴുന്നേറ്റുന്നില്ല. മൂപ്പരെ എഴുന്നേറ്റുന്നതിന് ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ഏത് CM വലിയുള്ള മരിച്ചോലെ ജീവിപ്പിച്ച്? ഇതെന്തിനാ പറയണത്? CM മക്കാമിൽ മുസ്ലിങ്ങൾ ചെന്ന് അവിടെ പൈസ ഇട്ട് ആ പൈസ മിണുങ്ങാൻ മൊയ്ലിയാമാർക്ക് പിട്ടടിക്കാൻ, വേറൊന്നുമല്ല. ഇതാ പച്ച സത്യം. ഈ പച്ച സത്യം കുലിൽ ഹക്ക വൈകാന മുറ, കയ്പാണെങ്കിലും സത്യം പറയാം. എന്തുകൊണ്ട് യേശുവിനെ പറ്റി പറഞ്ഞില്ല? മരിച്ചോല അള്ളാന്റെ അനുമതിയോടെ ജീവിപ്പിച്ച ആളാണ് യേശു ക്രിസ്തു, ഈസാ നബി. എന്തുകൊണ്ട് ഈസാ നബീനെ പറ്റി അവർ പറയില്ല? ഈസാ നബീന്റെ ഖബറില്ലാത്തോണ്ട് തന്നെ, അവിടെ ഉണ്ടിപ്പറ്റില്ലാത്തോണ്ടും വരുമാനം വരാത്തോണ്ടും അത് മിണുങ്ങാൻ കഴിയാത്തോണ്ടും അത് പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് ഈ പുരോഹിത പരീക്ഷകൾക്ക് ബോധ്യമുള്ളുണ്ട്. മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായ കാര്യം? 1-ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാൻ അങ്ങോട്ട് വന്ന് തെളിവായിട്ടാ വന്ന്, വെറുതെ വർത്താൻ പറയാനല്ല വന്ന്. ഖുർആൻ, സുന്നത്ത്, മൊയ്ലിയാമാർ നിങ്ങൾ കേൾക്കുന്നു. എനിക്ക് കേട്ടോ, അടുത്ത് കേട്ടോ. അബൂജഹലിനോട് നബി ചോദിച്ചാ, നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനെ ഇങ്ങനെ നിർത്തിയിട്ട് അബൂജഹലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഈ ആകാശഭൂമികളൊക്കെ നിയന്ത്രിക്കുന്നത് ലാത്തയാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? മനാത്തയാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങൾ പറയുന്ന വലിയാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഈസാ നബിയാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇബ്രാഹിം നബിയാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അബൂജഹൽ പറയുന്നതോ, എന്താ മുഹമ്മദ് ഈ പറയുന്നത്? ആ വാദമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ വാദം നീയല്ല പറയണ്ട്, അത് ഞങ്ങളാ. ഞങ്ങളുടെ വാദം എന്താ അറിയോ? കേട്ടോ, അബൂജഹലിന്റെ വാദം എന്താ അറിയോ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാ? CM വലിയുള്ള. നിങ്ങൾ പറയാണ്. അബൂജഹൽ പറയാ, കേട്ടോ, തീർച്ചയായും മുഹമ്മദേ അത് അള്ളയാണ്. ആർക്കവിടെ അഭിപ്രായ ഭിന്നത? അത് അല്ലാഹുവാണ്. ഇനി നിങ്ങൾ ചിന്തിക്കാൻ ഒരു സംഭവം ഞാൻ എന്റെ വക മനസ്സിലുണ്ടാക്കി പറയണം. ഇപ്പോ നാളെ മഹ്ശറയില്
മരണമൊക്കെ കഴിഞ്ഞ് മഹ്ശറയിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടി. അവിടെ അബൂജഹലും അബൂബക്കറും കാണുകയാണ്. ഏതബൂക്കർ? അബൂജഹലും അബൂബക്കറും. ഏതബൂക്കർക്ക് മനസ്സിലായല്ലോ? കേരളത്തിലെ അബൂബക്കർ. ഈ അബൂബക്കറും അബൂജഹലും കാണുമ്പോൾ അബൂജഹൽ ചോദിക്കുകയാണ്, ഞാൻ അബൂജഹൽ മുഹമ്മദ് നബീന്റെ എതിരാളിയായിരുന്നു. അപ്പൊ നിങ്ങളോ? ഞാൻ കാന്തൂർ അബൂബക്കർ, മുഹമ്മദ് നബീന്റെ അനുയായിയാ. നിങ്ങൾ മുഹമ്മദ് നബീന്റെ അനുയായി, ഞാൻ മുഹമ്മദ് നബീന്റെ ശത്രു. ഓ ശരി. അല്ല, ലോകമൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ? അപ്പൊ കാന്തൂർ CM വലിയുള്ള. അപ്പൊ അബൂജഹൽ പറയണത്, എന്നാലേ അന്നേക്കാൾ എത്രയോ നല്ല ആളാ ഞാൻ, അന്നേക്കാൾ എത്രയോ ബെറ്റർ എന്റെ വിശ്വാസം. എന്നിട്ടും ഇന്ന ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ കൊന്ന്, എന്നിട്ടും ഇന്ന ഒരു ബദർ. എന്താ? ഞാനൊക്കെ വിശ്വസിന് മുഹമ്മദ് നബിനോട് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. മുജാഹിദുകൾ ചോദിച്ച ചോദ്യം മുഹമ്മദ് നബിനോട് ചോദിച്ച്, ആരാ ലോകം നിയന്ത്രിക്കുന്നത്? അന്ന് ഞാൻ പറഞ്ഞത് എന്താ? അള്ളയാണ്. അത് വെറുതെ പറഞ്ഞല്ല, എന്റെ കൽബിലെ ഉത്തമ ബോധ്യായിരുന്നു അത്. പക്ഷെ എന്റെ പൊന്നാര അബൂബക്കറെ, ഈ മർക്കസ് സക്കാഫത്ത് സുന്നിയ നടത്തിയിട്ട് പോലും എനിക്ക് എന്റെ ഈമാൻ കിട്ടിയില്ലല്ലോ. ഞാൻ മദ്രസ പഠിച്ചിട്ടില്ല, അറബി കോളേജ് പഠിച്ചിട്ടില്ല, 1000-400 കൊല്ലമായിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു നബി വന്നിട്ടില്ല. എന്നിട്ട് അന്നേക്കാൾ എത്ര ബെറ്റർ ഈമാനായിരുന്നു. എന്നിട്ടും ഇസ്ലാമിന്റെ വിശ്വാസ പ്രകാരം ഞാൻ കാഫിർ മുശ്രിക്കുമാണ്. പിന്നെ എങ്ങനെ സ്വർഗത്ത് പോകും അവിടുന്ന്? എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ഇക്കോലത്ത് പറയാൻ ഒരു മുജാഹിദ് പണ്ഡിതനുങ്ങളുടെ മുമ്പിൽ വരില്ല. അതുകൊണ്ട് ഇന്ന് കായും പുകും വേർതിരിയണം. ഇന്നത്തെ രാത്രിയിൽ കായും പുകും വേർതിരിയ. നിങ്ങൾ ചിന്തിക്കുക എവിടെയുള്ളത്. എന്നിട്ട് അള്ള ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫക്കുൽ അഫലാ തത്തക്കൂൻ. അള്ളയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നിട്ടും എന്താ പിന്നെ നിങ്ങൾ അള്ള അല്ലാത്തവരോട് വിളിക്കണേന്ന്? അണ്ടോ ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്താ? മോനെ നേരത്തെ ആ ക്ലിപ്പ് ഒന്നുകൂടെ കൊടുത്തേ. ഞാന് ഈ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ ക്ലിപ്പ് നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടിട്ട്, നിങ്ങൾ മദ്രസ പഠിച്ച കുട്ടികളാണ് സമസ്തക്കാര്, പിന്നെ അറബി കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ഖുർആനൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിട്ടുണ്ടല്ലോ. ഈ മൊയ്ലിയാർ പ്രസംഗിക്കുന്നത് ദീനാണോ, ശുദ്ധ ശിർക്കാണോ, കുഫ്റാണോ, അള്ള ഒരിക്കലും പൊറുക്കാത്തതാണോ? നിങ്ങളെ തലച്ചോറ് കൊടുത്ത് നിങ്ങൾ ഈ സ്റ്റേജ് മറക്കുക, ഈ സംഘാടകരെ മറക്കുക. ദയവ് ഇത് എന്നോട് നിങ്ങൾക്ക് ശത്രുത ഒരു കാര്യമില്ല. അള്ളാന്റെ മുമ്പിൽ എന്നോട് ശത്രുത വെച്ചോണ്ട് രക്ഷ ഉണ്ടാവില്ല അവിടെ. കാരണം ഞാൻ ഈ ഖുർആൻ എടുത്തല്ലേ പറയുന്നത്. എന്റെ വകയായിട്ട് ഷെയ്ഖ് മൗലവി പറഞ്ഞു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു എന്നല്ലല്ലോ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. അള്ളാന്റെ ഖുർആനിലെ ഇത്രാമത്തെ അധ്യായം ഇത്രാമത്തെ വചനം എന്നാണല്ലോ പറയുന്നത്. അതിനെങ്ങനെ ചുരണ്ടിക്കളയാൻ പറ്റും? ഇനി അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് ഖുർആനിൽ നിന്ന് ഞങ്ങൾക്ക് ചില വചനങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഖുർആനിന്റെ നിഷേധികളാണോ ഈ മൊയ്ലിയാന്മാര് എന്ന് നിങ്ങൾ ചിന്തിക്കുക. മോനെ അതൊന്ന് കേൾപ്പിക്ക്. അള്ളാഹു കാത് തന്നോലൊക്കെ ഒന്ന് കേട്ടോളി. പാപികളായ ആഖിറുൽ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നിങ്ങൾ കേട്ടിട്ട് നിങ്ങളെ ഹൃദയത്തിന് വലിയ പ്രശ്നമൊന്നും വരുന്നില്ലേ? എന്നാലും ഈമാൻ ഇല്ല, തൊപ്പിയുള്ളൂ. ഇപ്പൊ പറഞ്ഞ മുഴുവൻ ഇസ്ലാമിനെ പൊളിച്ചടക്കി ഒരു ജൂതന് സ്വഭാവം ഉണ്ടാവില്ല, ഒരു ക്രിസ്ത്യാനിക്ക് ഇത് ഉണ്ടാവൂല, ഒരു നിരീശ്വരവാദിക്ക് പോലും ഈ പതനം ഉണ്ടാവൂല. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഈ ദുനിയാവില് എന്തൊക്കെ കയറ് ഉണ്ടോ അത് CM വലിയുള്ളയാണ് നമുക്ക് തരുന്നത്. അപ്പൊ അള്ളാന്റെ സ്ഥാനം എവിടെ ഇയാളുടെ മനസ്സിൽ? ചിന്തിച്ചോളൂട്ടോ. മുജാഹിദ് പ്രസ്ഥാനം എന്തോ ഭയങ്കര വിധി പ്രസ്ഥാനാണെന്നാണ് നിങ്ങളെ ഉസ്താദുമാരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? വീണ്ടും കേട്ടോ. ദുനിയാവിൽ എന്ത് ഖൈർ നമുക്ക്, നമ്മളെ അടുത്ത് ഒന്നുമില്ല, എന്ത് നമുക്കുണ്ടോ അത് CM വലിയുള്ള തന്ന്. ആഖിറത്തിലും നമ്മുടെ രക്ഷ CM വലിയുള്ളയാണ്, ദുനിയാവിലും CM വലിയുള്ളയാണ്. എന്ത് ഖൈറുണ്ടോ അതൊക്കെ. ഇനി ഞാൻ നിങ്ങളെ 2 ഖുർആനിക വചനത്തിലേക്ക് ക്ഷണിക്കാം. മുജാഹിദ് ബാലുശ്ശേരി ഖുർആൻ ഇറക്കിയിട്ടില്ല, നിങ്ങൾക്കറിയാലോ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 286 വചനം ഉണ്ട്. അതിൽ എത്ര? 286 വചനം. ആ അധ്യായത്തിൽ നിന്ന് ഒരു വചനം 201, 202, 203, 204 നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് അത്രയും പറഞ്ഞത്. നമ്മൾ കഅബത്ത് പോകാറുണ്ട്, സുന്നിയും പോകാറുണ്ട്, മുജാഹിദും പോകാറുണ്ട്, തബ്ലീഗും പോകാറുണ്ട്, ജമാഅത്ത് പോകാറുണ്ട്, NDF-ഉം പോകാറുണ്ട്, എല്ലാവരും പോകാറുണ്ട്. ഹിജ്രി ഇസ്മായിലിന്റെ അടുത്ത് നിന്ന് അജുറുൽ അസ്വദ് വരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയാണ് മൊയ്ലിയാർ പൊളിച്ചടക്കിയത്. ആ പ്രാർത്ഥന ഇസ്ലാം അല്ല എന്നാണ് മൊയ്ലിയാർ പറയുന്നത്. ഏതാ പ്രാർത്ഥന? റബ്ബനാ, ഒന്നർത്ഥം വെച്ചോളിട്ടോ, കൂടെ എല്ലാവർക്കും അറിയാവുന്ന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
ഞങ്ങളുടെ റബ്ബേ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് നൽകണേ, ആഖിറത്തിലും നല്ലത് നൽകണേ അല്ലാ. ശരിക്കും ഇവര് പറഞ്ഞ പ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്. CM വലിയുള്ള ദുനിയാവിൽ ഖൈറ് തരണേ, ആഖിറത്തിലും ഖൈറ് തരണേ. കാരണം മൊയ്ലിയാരെ വാദപ്രകാരം എന്താ? ദുനിയാവിൽ എല്ലാ ഖൈറും തരുന്നത് CM വലിയുള്ള. ഇനി ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, ഇനി അള്ളാഹ്ക്കുള്ള സ്ഥാനങ്ങളെ മനസ്സിലെന്താ? എന്റെ ചോദ്യമാണ്. എല്ലാ ഖൈറും CM വലിയുള്ളയാണ് തരുന്നെങ്കിൽ പടച്ചോന് പിന്നെ എന്ത് പുല്ല് വില ഞങ്ങൾ കൽപ്പിച്ച്? നൂഹ് നബി ചോദിച്ച ചോദ്യം കേട്ടോ, മാലക്കുല്ലാ തർജൂനലില്ലാഹി വക്കാറാൻ. അള്ളാഹ്ക്ക് എന്താടോ നിങ്ങളൊരു വക്കാറത്ത് കാണാത്തത്? ആലോചിക്ക്. തീർന്നില്ല. ഇനി ഒരു ദുആ ഉണ്ട്. അത് വിനയാന്വിതനായ, സക്കാഫി അല്ലാത്ത, ഫൈസി അല്ലാത്ത, ദാരിമി അല്ലാത്ത, സെലഫിയായ അന്നത്തെ പിതാവാകുന്ന സെലഫിയുടെ മദ്രസയിൽ പഠിച്ച, അന്നത്തെ പിതാവായ സെലഫി പഠിപ്പിച്ച ഒരു പൊന്നോമന മോൻ. അന്നത്തെ പിതാവ് ഒരു നബിയാണ്, ആ നബി ആകുന്ന സെലഫിയുടെ മദ്രസയിൽ പഠിച്ച മോന് ഒരു നബിയാണ്, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി. ഇതിങ്ങനെ ക്ലാരിറ്റി വരുത്തുന്നത് എന്തിനറിയോ? ശരിക്ക് ഖുർആൻ പഠിച്ചോളി, ഇല്ലെങ്കിൽ രക്ഷല്ല. നാളെ അള്ളാന്റെ കോടതിയിൽ കൈകടിക്കേണ്ടി വരും. യാ വൈലതാ ലൈതനി ലമ്മത്തഖദ ഫുലാനൻ ഖലീലാ. എനിക്ക് ഇന്ന ഉസ്താദ് കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ നരകത്ത് പോയി, എനിക്ക് ഇന്ന ചെങ്ങായി കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ നരകത്ത് പോയി. ആ വിലാപം അവിടെ വരാൻ പാടില്ല. ഇനി യൂസുഫ് നബിയുടെ ദുആ മുജാഹിദ് വാൽശ്ശേരി പറയല, 12-ാം അധ്യായം സൂറത്ത് യൂസുഫ്. നിങ്ങളുടെ കയ്യിലുള്ള ഖുർആനിലും അതുണ്ട്, ഞങ്ങളുടെ കയ്യിലെ ഖുർആനിലും ഉണ്ട്. എന്തിനാ അങ്ങനെ പറയുന്നത്? പേരോട് എന്റെ നാട്ടിൽ കോളിക്കൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞ്, മുജാഹിദുള്ള ഖുർആൻ വേറാട്ടോ. അതുകൊണ്ടാ അത് അങ്ങനെ പറയണേ. ആ ഖുർആനിലെ 12-ാം അധ്യായം 101 എന്താ? ഇനി ശ്രദ്ധിക്കണം. ആ ക്ലിപ്പ് മോനെ ഒന്നുകൂടി ഇട്, ആ ക്ലിപ്പ് ഒന്നുകൂടി ഇട്. നമ്മളെ ജനങ്ങൾ നന്നായിട്ട് മോനെ ആ ക്ലിപ്പ് ഒന്നുകൂടി ഇട്. പാപികളായ ആഖിറുൽ സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഖീദ ഏതാ? പിന്നെ മൂപ്പരൊരു സത്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആഖിറത്തിലെ ചണ്ടിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ചണ്ടി. അങ്ങി അതിൽ സംശയമൊന്നും വേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ചണ്ടി, അത് നിനക്കും തോന്നിയിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ചണ്ടിയാണ്. ഇനി പറഞ്ഞ വാചകം യൂസുഫ് നബീന്റെ ദുആ എന്താ? റബ്ബി, അർത്ഥം വെച്ചോളിട്ടോ, മൊയ്ലിയന്മാരുടെ അർത്ഥം വെച്ചോളി. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറ السماوات والارض انت 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 ولي في الدنيا والاخره توفني مسلما والحقني بالصالحين. അതിന്റെ അർത്ഥം റബ്ബി, എന്റെ റബ്ബേ, ഖദ് ആതൈതനി, നീ എനിക്ക് നൽകി. CM വലിയുള്ള നൽകിയെന്നല്ല, നീ എനിക്ക് നൽകി. എന്ത്? രാജാധികാരത്തിൽ നിന്ന്. അപ്പൊ രാജാധികാരത്തിൽ നിന്ന് അധികാരം യൂസുഫ് നബിക്ക് നൽകിയത് ആരാ? ഇബ്രാഹിം നബിയ, യാക്കൂബ് നബിയ, സാലിഹ് നബിയ, നൂഹ് നബിയ? അല്ലാഹ്. അത് വിശ്വസിച്ച മുവഹിദിന്റെ പേരാണ് യൂസുഫ്. ആ യൂസുഫ് സലഫി ആയിരുന്നു, ഒന്നാം തരം. അക്കാലഘട്ടത്തിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു യൂസുഫ് നബി. മനസ്സിലാക്കി നിങ്ങൾക്ക്? ആ യൂസുഫ് നബി പറയാണ്, എനിക്ക് രാജാധികാരം നൽകിയ പടച്ചോനാണ്. തീർന്നില്ല, എനിക്ക് സ്വപ്ന വ്യാഖ്യാനവും നൽകി, അതും എന്റെ റബ്ബ് തന്നെ. ഒരു ശൈഖല്ല, ഒരു വലിയല്ല, അല്ലാഹ് നൽകി എനിക്ക്. തീർന്നില്ല, അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. എന്താ മുലിയർ പറഞ്ഞത്? ദുനിയാവിലും നമ്മുടെ രക്ഷാധികാരി ആരാണ്? CM വലിയാണ്, ആഖിറത്തിലും. യൂസുഫ് നബി പറഞ്ഞതോ? ദുനിയാവിലും രക്ഷിക്കുന്ന അല്ലാഹ്, ആഖിറത്തിലും രക്ഷിക്കുന്ന അല്ലാഹ്. ഇനി എന്റെ ചോദ്യം, യൂസുഫ് നബി പഴിച്ചത് ആളാണോ? അല്ല മൊയ്ലിയാരാണോ പഴിച്ചത്? യൂസുഫ് നബിയാണോ പഴിച്ചത്? മൊയ്ലിയാരാണോ പഴിച്ചത്? കാരണം യൂസുഫ് നബീനെ പറ്റി അല്ലാഹ് പറയണെന്തറിയോ? യൂസുഫിനെ പിൻപറ്റാത്തോ മുസ്ലിം ആവൂല. യൂസുഫിനെ പിൻപറ്റാത്തോ മുസ്ലിം ആവൂല. എവിടെയാതുള്ളത്? സൂറത്ത് അന്നാമിലെടുത്തോ, 80 മുതൽ 88 വരെ വായിക്കും. 18 നബിമാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട്, 18 നബിമാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട്, ഈ നബിമാരുടെ അഖീദയാണ് ഇസ്ലാമിന്റെ അഖീദ, അത് പിൻപറ്റിക്കൊള്ളിയും.